ചുരിദാർ മെറ്റീരിയലിന്റെ അസട്ട കളക്ഷൻസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. 4 ഫാബ്രിക്കും 4 പാറ്റേണിലും വരുന്ന ഐറ്റംസ് കാണിക്കുന്നുണ്ട്. കാഷ്വൽ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ബനാറസി ചുരിദാർ സ്യൂട്ട്സിന്റെ കളക്ഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. ഷോപ്പ് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ഇടിവെണ്ണയാണ്. അപ്പോൾ നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം. ഫസ്റ്റ് കൊണ്ട് വന്നിരിക്കുന്നത് ക്രേപ്പ് ജോർജറ്റ് ഫാബ്രിക്കിലായിട്ടാണ്. നമ്മൾ ക്രേപ്പിൽ ഒത്തിരി പാറ്റേൺസ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷൻസ് ആണ് വന്നിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ടോഫിയുടെ ഒക്കെ ഷെയ്ഡ്, ശരിക്കും പറഞ്ഞൊരു കാരമൽ ആ ഒരു ഷെയ്ഡിലേക്കായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഹെം ഏരിയ വരുമ്പോഴത്തേന് ഷിബോരി പ്രിന്റ് ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ബോഡി പോർഷനിലേക്ക് ചെറിയ ബാദല മേഴ്സിൻ്റെ വർക്കെല്ലാം വരുന്നുണ്ട്. ഇതിൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് ക്രേപ്പ് ഷെയ്ഡ് മെറ്റീരിയൽ തന്നെയാണ്. അതും ഷിബോരി പ്രിന്റ് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട, ഒരു വൈൻ ടോണും അതിലേക്ക് ഒരു പിക്കോ ഗ്രീൻ്റെ ഒക്കെ ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് ദുപ്പട്ട വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ടോപ്പിൻ്റെ സെയിം കളർ പ്ലെയിൻ ആയിട്ടാണ് ബോട്ടം വന്നിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1390 ആണ്. ഒരു ഡിഫറെൻറ്റ് ലുക്കിലേക്ക് നമ്മൾ എപ്പോഴും കാണുന്ന ഒരു പാറ്റേണും ആ ഒരു ഫാബ്രിക്കിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ ഗ്രീൻ കളറാണ്. ഗ്രീനും അതുപോലെ തന്നെ ഹെം ഏരിയ വരുമ്പോഴത്തേനും ഒരു ഗ്രേ ടോൺ കോമ്പിനേഷനിലേക്ക് മസ്റ്റാർഡിൻ്റെ ഒക്കെ കോമ്പിനേഷൻ വന്നിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷിബോരി പ്രിന്റ് വരുന്നുണ്ട്. ബാദല മിറേഴ്സിന്റെ വർക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ വയലറ്റും മസ്റ്റാർഡും ഒക്കെ കോമ്പിനേഷനിലേക്കാണ് ക്രേപ്പ് ജോർജറ്റ് ഫാബ്രിക്കിൽ തന്നെ ദുപ്പട്ട വന്നിരിക്കുന്നത്. ഗ്രീൻ കളർ പ്ലെയിൻ ആയിട്ടാണ് ബോട്ടം വന്നിരിക്കുന്നത്. കോട്ടൺ ഫാബ്രിക്കിലേക്കാണ് വന്നിരിക്കുന്നത്. റേറ്റ് വരുന്നത് 1390. ഇതൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേണമെങ്കിൽ പോലും നമുക്ക് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയായിട്ടോ. നെക്സ്റ്റ് വൺ ബ്യൂട്ടിഫുൾ ആൻഡ് റയർ ആയിട്ടുള്ള ഷെയ്ഡാണ് വയലറ്റ് ഷെയ്ഡ്. അതിലേക്ക് ഗ്രീൻ കോമ്പിനേഷൻ വരുന്നുണ്ട്. ഗ്രീനിലേക്ക് തന്നെയാണെങ്കിലും ഒരു മസ്റ്റാർഡും റെഡും ഒക്കെ കോമ്പിനേഷനിലാണ് ആ ഒരു ഷിബോരി പ്രിന്റ് വന്നിരിക്കുന്നത്. നമ്മൾ ഷിബോരി പ്രിന്റ് വരുന്ന സാരീസൊക്കെ നേരത്തെ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കോട്ടണിലും അതുപോലെ തന്നെ ജോർജറ്റിലും ഒക്കെ സാരീസ് ചെയ്യുന്നത് ഹൈ എൻക്വയറി ആയിരുന്നു. അതുപോലെ ഈ ഒരു മെറ്റീരിയൽ എനിക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യുമ്പോഴാണ് ശരിക്കും ഭംഗിയിട്ട്. അതുപോലെ ഇതിൻ്റെ ഒരു ദുപ്പട്ടയൊക്കെ നോക്കിക്കുക, നമ്മൾ ആ ഹെം ഏരിയ വരുന്ന ആ ഒരു ഷിബോരി പ്രിന്റ് ഡിസൈൻ, ആ ഒരു കളർ കോമ്പിനേഷനൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബോട്ടം സെയിം കളർ പ്ലെയിൻ ആയിട്ട് വരും. 1390 ആണ് റേറ്റ് വരുന്നത്. അടുത്തൊരു ഗ്രീനിഷ് ഗ്രേ ടോണിലേക്കാണ് വന്നിരിക്കുന്നത്. നല്ല നല്ല കളർ കോമ്പിനേഷൻസ് ആട്ടോ വരുന്നത്. അതുപോലെ ബാദല മിറേഴ്സ് വരുന്നുണ്ട്. എം ഏരിയയിലേക്കാണ് ആ ഒരു ഷിബോരി പ്രിന്റ് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ദുപ്പട്ടയാട്ടോ ഏറ്റവും ഭംഗിയായിട്ട് വന്നിരിക്കുന്നത്. നല്ല മൾട്ടിപ്പിൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷനിൽ ഷിബോരി പ്രിന്റ് കൊണ്ട് ദുപ്പട്ട ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ബോട്ടം സെയിം കളർ പ്ലെയിൻ ആയിട്ട് വരും. റേറ്റ് വരുന്നത് 1390. ഇതിൻ്റെ ഒരു ഷെയ്ഡ് കൂടിയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിങ്കിലേക്കാണ് വന്നിരിക്കുന്നത്. പിങ്കിലേക്കും ഒരു ടോഫിയും അതുപോലെ മസ്റ്റാർഡ് ബ്ലൂവിൻ്റെയും ഗ്രീൻ്റെയും ഒക്കെ ഒരു കോമ്പിനേഷനാണ് ഹെം ഏരിയയിലേക്ക് വരിക. ഗ്രീനും ബ്ലൂവും മസ്റ്റാർഡും ഒക്കെ കോമ്പിനേഷനിലേക്ക് ദുപ്പട്ട വരുന്നു. ബോട്ടം സെയിം കളർ പ്ലെയിൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. റേറ്റ് വരുന്നത് 1390. അടുത്തൊരു റീസ്റ്റോക്ക് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ്. അതിലെ ആ ഒരു വർക്കിലും ചെറിയ ചെറിയ ഡിഫറൻസ് ഒക്കെയാണ് വന്നിരിക്കുന്നത്. കോട്ടൺ ഫാബ്രിക്കിലേക്കാണ് വന്നിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പിങ്ക് ഷെയ്ഡാണ്. കോട്ടൺ ഫാബ്രിക് നല്ല റിച്ച് ആയിട്ട് ഹക്കോബ വർക്ക് വരുന്നുണ്ട്. കൂടാതെ ചെറിയ ഹാൻഡ് വർക്ക്, ആ ഒരു ബുള്ളിയൻ നോട്ട്സിൻ്റെ വർക്കെല്ലാം വരുന്നു. ഇതിൻ്റെ ബോട്ടം വന്നിരിക്കുന്നത് സെയിം കളർ പ്ലെയിൻ ആയിട്ടാണ്. ഇത് ദുപ്പട്ട വന്നിരിക്കുന്നത് ഷിഫോൺ ഫാബ്രിക്കിലേക്കാണ്. അതും ആ ഒരു ഓഫ് വൈറ്റിൻ്റെയും കൂടെ കോമ്പിനേഷനിൽ ഷിബോരി പ്രിന്റ് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ലെങ്ത്തും വിടുത്തും വരുന്ന ദുപ്പട്ട കേട്ടോ. അത് ഞാൻ മടക്കി വെച്ചേക്കുന്നതാണ്. നമുക്ക് കാഷ്വൽ വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റാണ്. ഇതിൻ്റെയും റേറ്റ് 1390 ആണ്. ഈ ഒരു സമ്മർ സീസണിൽ നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയ ഐറ്റം. അടുത്തതിൻ്റെ കളർ ചേഞ്ച് ഗ്രീനാണ് വരുന്നത്. ഗ്രീൻ ആണെങ്കിലും നമ്മൾ എപ്പോഴും കാണുന്ന ആ ഒരു ഗ്രീൻ ഷെയ്ഡിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ടാട്ടോ വന്നിരിക്കുന്നത്. സെയിം കളറിൽ തന്നെ എംബ്രോയ്ഡറി വർക്കും ഹക്കോബ വർക്കും വരുന്നുണ്ട്. കൂടാതെ ആ ഒരു വൈറ്റ് കളറിൽ ചെറിയ ബുള്ളിയൻ നോട്ട്സിൻ്റെ ഡിസൈൻ വരും. ബോട്ടം പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. ദുപ്പട്ട എല്ലാത്തിലും ആ ഒരു ടോപ്പിൻ്റെ കളറും അതിൻ്റെ കൂടെ വൈറ്റിൻ്റെയും കൂടെ കോമ്പിനേഷനിലേക്ക് ഷിബോരി പ്രിൻ്റാണ് വന്നിരിക്കുന്നത്. റേറ്റ് വരുന്നത് 1390. നെക്സ്റ്റ് വൺ ലെമണല്ലോ ഷെയ്ഡിലേക്കാട്ടോ വന്നിരിക്കുന്നത്. ഈ ഒരു ഷെയ്ഡൊക്കെ ശരിക്കും നമ്മൾ എന്താ പറയുക സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്ത് കഴിയുമ്പോഴാട്ടോ ശരിക്കും ഭംഗിയിട്ട് ആ ഒരു യെല്ലോ വൈറ്റ് കോമ്പിനേഷനിലേക്കുള്ള ബ്യൂട്ടിഫുൾ ദുപ്പട്ട. റേറ്റ് വരുന്നത് 1390. അടുത്തൊരു ലാവൻഡർ ടോണിലേക്കാണ് വന്നിരിക്കുന്നത്. സെയിം പാറ്റേൺ തന്നെയാണ് വരുന്നത്. ആ ഒരു കളറിൽ മാത്രമേ ഡിഫറൻസ് വന്നിട്ടുള്ളൂ. നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കളറൊക്കെ സെലക്ട് ചെയ്യുക. വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. എല്ലാത്തിൻ്റെയും ബോട്ടം സെയിം കളർ പ്ലെയിൻ വരും. ഷിബോരി പ്രിൻ്റ് കൊണ്ട് ഹൈലൈറ്റ് ചെയ്ത ദുപ്പട്ടയും. 1390 ആണ് റേറ്റ് വരുന്നത്. അടുത്തത് ഫേവറേറ്റ്, എല്ലാവരും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് ബ്ലാക്ക്. ബ്ലാക്കിലേക്ക് ആ ഒരു വൈറ്റ് കളർ കോമ്പിനേഷനിൽ ചെറിയ ഹാൻഡ് വർക്ക് കൂടെയൊക്കെ വന്നപ്പോഴത്തേനും ഒന്നുകൂടെ ആ ഒരു ഭംഗി കൂടിയിട്ടുണ്ട്. ബ്ലാക്ക് വൈറ്റ് കോമ്പിനേഷനിലേക്കാണ് ഇതിൻ്റെ ദുപ്പട്ടയും വന്നിരിക്കുന്നത്. 1390 ആണ് ഇതിൻ്റെയും പ്രൈസ് വരുന്നത്. അടുത്ത നേവി ബ്ലൂ വൈറ്റ് കളർ കോമ്പിനേഷൻ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചുരിദാർ സ്യൂട്ട്സ് ആണ്. അത് കോട്ടൺ ഫാബ്രിക്കിലേക്ക് ഹക്കോബ വർക്കും അതുപോലെ തന്നെ ഹാൻഡ് വർക്ക് വരുന്നുണ്ട്. ബോട്ടം പ്ലെയിൻ, ദുപ്പട്ട ഇതുപോലെ ഷിബോരി പ്രിന്റിലേക്ക് വരുന്നു. റേറ്റ് 1390. അടുത്ത സെമി ചന്ദേരി സിൽക്ക് ഫാബ്രിക്കിലേക്കാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ബ്ലാക്ക് ആണ്. ഇതിൻ്റെ യോക്ക് പോർഷനിലേക്ക്
ചെറിയ ഹാൻഡ് വർക്കും അതുപോലെ ആപ്ലിക് വർക്കും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ബോട്ടം വന്നിരിക്കുന്നത് സെമി ചന്ദേരി സിൽക്ക് ഫാബ്രിക്കിൽ തന്നെയാണ്. അതിൽ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് അജർ പ്രിൻ്റാണ് വന്നിരിക്കുന്നത്. ഈ ഒരു യോക്ക് പോർഷനിൽ വന്നിരിക്കുന്ന ആ ഒരു ആപ്ലിക് വർക്കിൻ്റെ ഡിസൈൻ തന്നെയാണ് ബോട്ടം പീസിലേക്ക് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ദുപ്പട്ടയും സെമി ചന്ദേരി സിൽക്ക് ഫാബ്രിക്കിലേക്കാണ് വന്നിരിക്കുന്നത്. ഒരു ബ്രിക്ക് ടോണാണ് ഇതിനോട് ഈ ഒരു ബ്ലാക്കിന് കോമ്പിനേഷൻ ആയിട്ട് വന്നിരിക്കുന്നത്. ദുപ്പട്ട നല്ല റിച്ച് ആയിട്ട് ആ ഒരു അജക് പ്രിൻറ്റിൻ്റെ ഡിസൈൻ കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞ് അജക് പ്രിൻറ്റിൻ്റെ ഡിസൈനാണ് മിഡിൽ പോർഷനിലേക്ക് വരിക. ഹെമ്മേരി വരുമ്പോഴത്തേനും ബ്ലാക്കിലും മറ്റൊരു അജക്കിൻ്റെ തന്നെ ഡിസൈൻ പാറ്റേണും വരും. ഔട്ട്ലുക്ക് വരുന്നത് പോലെയാണ്. റേറ്റ് വരുന്നത് 1295. ഇനി ഇതിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സുകളാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് നേവി ബ്ലൂ ആണ്. അതിലേക്കൊരു വൈൻ ടോൺ കോമ്പിനേഷനിലേക്കാണ് ആ ഒരു യോക്ക് പോർഷനിലെ ഹാൻഡ് വർക്കും അതുപോലെ തന്നെ ആപ്ലിക് വർക്കും വന്നിരിക്കുന്നത്. എല്ലാത്തിൻ്റെയും ബോട്ടം വന്നിരിക്കുന്നത് ഇതുപോലെ അജക് പ്രിൻ്റ് ഡിസൈൻ പാറ്റേണിലേക്കാണ്. ആ ഒരു ബോട്ടം പീസിൻ്റെ സെയിം കളറിലേക്കായിരിക്കും ദുപ്പട്ട വരിക. ടോപ്പ് ബോട്ടം ദുപ്പട്ട എല്ലാം സെമി ചന്ദേരി സിൽക്ക് ഫാബ്രിക്കിലേക്കായിരുന്നു വരിക. അതുപോലെ തന്നെ അജക് പ്രിൻ്റ് ആ ഒരു ബോട്ടം പീസിലും അതുപോലെ നമ്മുടെ ദുപ്പട്ടയിലും വരുന്നുണ്ട്. റേറ്റ് വരുന്നത് 1295. നെക്സ്റ്റ് വന്നിരിക്കുന്നത് വൈൻ ടോൺ ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 4-5 ഷെയ്ഡ്സ് ആണ് വന്നിരിക്കുന്നത്. ഇതിലേക്ക് കോമ്പിനേഷനായിട്ട് ബോട്ടം വന്നിരിക്കുന്നത് ബ്ലൂ ഷെയ്ഡിലേക്കാണ്. ബ്ലൂവിൽ ഫുള്ളായിട്ട് ഇതുപോലെ അജക് പ്രിന്റിൻ്റെ ഡിസൈൻ വരും. അതുപോലെ തന്നെ ഇതിൻ്റെ ദുപ്പട്ടയും ആ ഒരു വൈൻ ടോണിൽ ബ്ലൂവിൻ്റെ കോമ്പിനേഷനായിട്ടാണ് വന്നിരിക്കുന്നത്. റേറ്റ് വരുന്നത് 1295. അടുത്തതും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ് തന്നെയാണ്. ഒരു ബ്രിക്ക് ഓറഞ്ച് ഷെയ്ഡ് ആ ഒരു കളറിൻ്റെ കോമ്പിനേഷനിലേക്കാണ് വന്നിരിക്കുന്നത്. യോക്ക് പോർഷൻ ഇതുപോലെ ആപ്ലിക് വർക്കും ഹാൻഡ് വർക്കും എല്ലാം വരുന്നുണ്ട്. ഇതുപോലെ ഇതിൻ്റെ യോക്ക് പോർഷനിൽ ഷോ ബട്ടൺ കൂടി വന്നിട്ടുണ്ട്. ഇതിൻ്റെയും ദുപ്പട്ട കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ബ്ലൂ ആണ്. ദുപ്പട്ടയും അജക് പ്രിൻ്റ് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ബോട്ടവും ബ്ലൂ ഷെയ്ഡ് തന്നെ അജക് പ്രിൻറ്റിലേക്കാണ് വന്നിരിക്കുന്നത്. 1295 ആണ് പ്രൈസ് വരുന്നത്. ഈ ഒരു പാറ്റേണിലെ ലാസ്റ്റ് കളർ വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മെറൂൺ ഷെയ്ഡാണ്. റെഡിഷ് മെറൂൺ ഷെയ്ഡ് നല്ല ഭംഗിയുള്ളൊരു കളറാണ്. ബ്ലാക്കിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഇതിൻ്റെ ഒരു ആപ്ലിക് വർക്കിലേക്ക് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ബോട്ടം പീസും ബ്ലാക്കിൽ ചെറിയ അജക് പ്രിൻറ്റിൻ്റെ ഡിസൈനും ആയിട്ട് വരുന്നു. ദുപ്പട്ട വരുന്നത് അതുപോലെയാണ്. റേറ്റ് വരുന്നത് 1295. അടുത്ത നമുക്ക് ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബനാറസി ചുരിദാർ സിൽസിൻ്റെ കളക്ഷൻസ് ആണ് കാണിക്കുന്നത്. നമുക്ക് സാരി വെയർ ചെയ്യുന്ന പോലെ തന്നെ നല്ലൊരു റിച്ച് ലുക്ക് എലഗൻ ലുക്കിൽ നമുക്കൊരു ഫംഗ്ഷന് പോകാൻ പറ്റിയ ഐറ്റംസ് ആണ്. ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് മെറൂണിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ്. അതിലേക്ക് ആ ഒരു കുഞ്ഞു കുഞ്ഞു ബനാറസി ബുട്ടാസാണ് വന്നിരിക്കുന്നത്. യോക്ക് പോർഷൻ നല്ല റിച്ച് ആയിട്ട് ബനാറസി വീവിങ് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ബോട്ടം പീസ് വന്നിരിക്കുന്നതും സെയിം കളറ് പ്ലെയിൻ ആയിട്ടാണ്. ദുപ്പട്ടയാണ് മറ്റൊരു ഹൈലൈറ്റ്. നല്ല ലെങ്ത്തും വിട്ടും വരുന്ന ദുപ്പട്ട ആ ഒരു ടോപ്പിൻ്റെയൊക്കെ സെയിം കളറിലേക്കാണ് വരുന്നത്. ഇതിൻ്റെ ബോർഡേഴ്സ് എല്ലാം ഈ ഒരു ബനാറസി വീവിങ് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. 4 സൈഡ് ബോർഡറും ആ ഒരു എൻഡ് പോർഷൻ വരുമ്പോഴത്തേനും കുറച്ചുകൂടെ വിട്ട് കൂടിയ ബനാറസിയുടെ വീവിങ് വരുന്നുണ്ട്. മിഡിൽ പോർഷനിലേക്ക് ദുപ്പട്ടയിലും കുഞ്ഞു കുഞ്ഞ് ബനാറസി ബുട്ടാസും ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു സാരി വെയർ ചെയ്ത് നമ്മൾ എങ്ങനെ ഫംഗ്ഷന് പോകുന്നു ആ ഒരു ലുക്കിൽ തന്നെ നമുക്ക് ഒരു ചുരിദാർ ഇട്ട് പോകാൻ പറ്റും. അതിന് പറ്റിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാർട്ടി വെയർ സ്യൂട്ട്സ് ആണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1980. ഇനി ഇതിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സുകളാണ് കാണിക്കുന്നത്. ഞാനും ഈസ്റ്ററിനോടനുബന്ധിച്ച് ഈ ഒരു എന്താ പറയുക ബനാറസിയുടെ ഒരു ചുരിദാറൊക്കെ എടുത്തിട്ടുണ്ട്. അടുത്ത ദിവസം വീഡിയോയിൽ വെയർ ചെയ്യട്ടെ. ഞാൻ എടുത്തൊരു യെല്ലോടെയൊക്കെ ഒരു ഷെയ്ഡിലേക്കാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻ എനിക്ക് പേഴ്സണലി ഒത്തിരി ഇഷ്ടമായി. എന്താ പറയുക നമ്മുടെ ആ ഒരു ഷേപ്പിനനുസരിച്ചൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഫംഗ്ഷൻ വെയറിന് ഏറ്റവും സ്യൂട്ടായിട്ടുള്ളൊരു കളക്ഷൻ തന്നെയാണ്. എല്ലാവർക്കും സാരി ഉടുക്കാനൊന്നും പറ്റിയല്ല. അങ്ങനെ സാരി ഉടുക്കണമെന്ന് കുറച്ച് പേർക്കെങ്കിലും ഒരു മടിയുണ്ടാകും. അങ്ങനെയുള്ളവർക്ക് ഒരു ഫംഗ്ഷൻ വെയറിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെറ്റീരിയലാണ്. ആ ഒരു ബനാറസിയുടെ റിച്ച് ലുക്ക് എന്തായാലും ഈ ഒരു സ്യൂട്ട്സിൽ വരുന്നുണ്ട്. 1980 ആണ് പ്രൈസ് വരുന്നത്. അടുത്തത് ബ്ലാക്ക് ആണ്. കുഞ്ഞു കുഞ്ഞു ബുട്ടാസും അതുപോലെ യോക്ക് പോർഷനും അതുപോലെ ദുപ്പട്ടയൊക്കെ ആണെങ്കിലും ആ ഒരു ബനാറസിയിലേക്കുള്ള വീവിങ് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തു. ദുപ്പട്ടയുടെ 4 ബോർഡേഴ്സും കിട്ടും. 2 ബോർഡേഴ്സും അതുപോലെ തന്നെ ആ ഒരു എൻഡ് പോർഷന് റിച്ചായിട്ട് ബനാറസി വീവിങ്ങിലേക്കാണ് വന്നിരിക്കുന്നത്. റേറ്റ് വരുന്നത് 1980. അതുപോലെ എല്ലാം നല്ല ഡാർക്ക് ടോണിലേക്കായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഫങ്ഷൻസിനൊക്കെ നമ്മൾ വെയർ ചെയ്താലും ഫോട്ടോസോ വീഡിയോസോ ഒക്കെ എടുക്കുകയാണെങ്കിലും നല്ല ഭംഗിയുണ്ടാകും. ഇതിനൊക്കെ കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടോ. എനിക്ക് തന്നെ നമ്മൾ ആ ഒരു സെമി ബനാറസി സാരീസ് ചെയ്യുമ്പോഴത്തെ ആ ഒരു കളേഴ്സ് എല്ലാം തന്നെ നമുക്ക് ഈ ഒരു ചുരിദാർ മെറ്റീരിയൽസിലേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കളറൊക്കെ സെലക്ട് ചെയ്യുക. വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. എല്ലാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ് തന്നെയാണ്. ഏതെടുക്കണമെന്ന് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന രീതിയിലേക്കാണ് വന്നിരിക്കുന്നത്. 1980 ആണ് റേറ്റ് വന്നിരിക്കുന്നത്. ലാസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു വൈൻ ടോണിലേക്കാണ്. കുഞ്ഞു ബുട്ടാസ് ആയിട്ടാണ് ഇതിൻ്റെ ബോഡി പോർഷൻ വന്നിരുന്നത്. യോക്ക് പോർഷനിൽ ബനാറസി റിച്ച് ആയിട്ടുള്ള വീവിങ് പാറ്റേൺ വരുന്നു. ദുപ്പട്ടയും ബനാറസി വീവിങ് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബോട്ടം വരുന്നത് പ്ലെയിൻ ആയിട്ടാണ്. 1980 ആണ് പ്രൈസ് വരുന്നത്.
അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പർച്ചേസ് ചെയ്യുക. താങ്ക്